എത്രയാടി നിന്റെ ഒരു രാത്രിയിലെ റേറ്റ്? ലഹരിയുടെ മണമുള്ള ആ വാക്കുകൾ തീക്കാറ്റായി എന്റെ നെഞ്ചിലേക്ക് ചിതറി വീണതും അയാളുടെ മുഖത്തേക്ക് ഞാൻ എന്റെ കൈകൾ ആഞ്ഞു വീശി. നഗരമധ്യത്തിലുള്ള പ്രധാന പഞ്ചനക്ഷത്ര ഹോട്ടലിലെ റിസപ്ഷനാണിതെന്നും അയാൾ ഒരു ഗസ്റ്റ് ആയിരുന്നുവെന്നും ഞാനിവിടെ കേവലം ഒരു ജോലിക്കാരി മാത്രമാണെന്നും ഒരു വേള ഞാൻ മറന്നു. ചുറ്റുമുള്ള കണ്ണുകളെല്ലാം അമ്പരപ്പോടെയും ഞെട്ടലോടെയും വിടരുന്നു. അത്ഭുതഭാവത്തോടെ ഞങ്ങളിലേക്ക് നീളുന്നു ഞാൻ അറിഞ്ഞു. എടീ! അടുത്ത നിമിഷം അലർച്ചയോടെ അയാളുടെ കൈകൾ എന്റെ കഴുത്തിൽ ബലമായി അമർന്നപ്പോൾ ശ്വാസത്തിനായി ഞാൻ പിടഞ്ഞുപോയി. മറ്റു സ്റ്റാഫുകളും ലോബിലിരുന്ന ചില ഗസ്റ്റുകളും അയാളെ ബലമായി എന്നിൽ നിന്ന് നടത്തി മാറ്റുമ്പോൾ ആ കത്തുന്ന കണ്ണുകൾ എന്നിൽ നേരിയ ഭയം ജനിപ്പിച്ചെങ്കിലും എന്റെ അഭിമാനത്തെ പരസ്യമായി ചോദ്യം ചെയ്തതിനു മുന്നിൽ തോറ്റുകൊടുക്കാനോ കണ്ണീരണിഞ്ഞ് ദുർബലയാവാനോ എനിക്ക് മനസ്സിലായിരുന്നു. ഈ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റായി കഴിഞ്ഞ 5 വർഷങ്ങളായി ഞാൻ ജോലി ചെയ്യുന്നു. മുഖത്തും ചുണ്ടിലും ചായം പൂശി ഏത് വികാരങ്ങൾക്ക് മീതെയും പുഞ്ചിരിയുടെ ആവരണമിട്ട് സമ്പന്നരായ അതിഥികളെ സ്വീകരിക്കുന്നവൾ. ആദ്യമായി നേരിട്ട ദുരനുഭവത്തിന്റെ പകപ്പിൽ ഞാനൊന്ന് ഇടറിപ്പോയി. ചൂഴ്ന്ന നോട്ടങ്ങളും വശ്യമായ ചിരികളും പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കാറായിരുന്നു പതിവ്. ഹോട്ടൽ ജീവനക്കാരികളായ സ്ത്രീകളെല്ലാം ദുർനടപ്പുകാരികളായിരിക്കാമെന്ന് സമൂഹം ചാർത്തിയ ലേബൽ ഇന്നും മാഞ്ഞിട്ടില്ലെന്ന സത്യം വീണ്ടും എന്നിലേക്ക് മറന്നീക്കി വന്നു എന്ന് ഞാൻ അറിഞ്ഞു. വാരിത്തേച്ച ചായങ്ങൾ കഴുകിക്കളഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ അത്താണിയായി നിലകൊള്ളുന്നവളാണ് അവളെന്ന്, അഭിമാനമുള്ള ഒരുവളാണ് അവളെന്ന് സമൂഹം ഒരിക്കൽ പോലും ചിന്തിക്കാറില്ല. കാർത്തിക, എന്റെ ക്യാബിലേക്ക് വാ. പരുഷമായ മാനേജറുടെ ആജ്ഞ അനുസരണയോട് കേട്ടുകൊണ്ട് എനിക്കുള്ള അടുത്ത വിധിയെ സ്വീകരിക്കാൻ അയാൾക്ക് പിന്നാലെ ഞാൻ നടക്കുമ്പോഴും എന്റെ മനസ്സ് ശൂന്യമായിരുന്നു. എല്ലാവരും എന്നെ കുറ്റവാളിയെപ്പോലെ നോക്കുന്നെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഹൃദയത്തിലെവിടെയോ ഒരു വേദന നിറഞ്ഞു വന്നു. സൗത്ത് ഇന്ത്യയിലെ പ്രധാന ബിസിനസ് ഗ്രൂപ്പായ ശോഭ ഇൻഡസ്ട്രീസിന്റെ തലവൻ രാജീവ് മേനോൻ, അയാളെയാണ് ഞാൻ കൈനീട്ടി അടിച്ചതെന്ന്, ഈ ഹോട്ടലിൽ അയാൾക്കും ഷെയറുണ്ടെന്ന്. എന്നെ കേൾക്കാൻ പോലും മനസ്സിലാതെ ഞാനെന്തോ വലിയ പാതകം ചെയ്ത പോലെ വേണു സാർ എനിക്ക് നേരെ ചീറുമ്പോൾ നിശബ്ദമായി ജനൽപ്പാളികളിലൂടെ ദൂരേക്ക് നോക്കി ഞാൻ നിന്നു. എന്നിലെ ശരികളെ ഉറക്കെ പറയുവാൻ ആഗ്രഹിക്കുമ്പോഴും വാക്കുകൾ തൊണ്ടക്കുഴിയിൽ വീണ് മരിക്കുന്നു. അവ ജനിച്ചാലും ചാപ്പിള്ളകളാവുമെന്ന് സ്വയം അറിഞ്ഞു കാണണം. നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയില്ല മോളെ, എന്നാൽ അവരെ പോലെയുള്ള വലിയ വലിയ ആളുകളോട് പിടിച്ചിരിക്കാൻ നമുക്ക് പറ്റുമോ? വയൽവരമ്പിലൂടെ വീട്ടിലേക്ക് തിരികെ നടക്കുമ്പോൾ കൂടെ ജോലി ചെയ്യുന്ന സുമചേച്ചിയുടെ വാക്കുകൾക്ക് മറുപടി നൽകാനാവാതെ കാറ്റിലുലയുന്ന തെങ്ങോലകളെയും പറന്നകലുന്ന കൊറ്റികളെയും നോക്കി ഞാൻ നടന്നു. മനസ്സിപ്പോഴും അയാളുടെ കലങ്ങിയ കണ്ണുകളിൽ ഉറഞ്ഞുകൂടിയ ദേഷ്യത്തിന്റെ നെരുപ്പോടുകളിൽ വീണ് പുകയുകയായിരുന്നു. ഇന്ന് ആദ്യമായല്ല അയാളെ കാണുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇടയ്ക്കിടയ്ക്ക് ഹോട്ടലിലേക്ക് വരികയും 104 റൂം നമ്പർ തന്നെ വേണമെന്ന് ബാലിശമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരാൾ. ആതിഥേയ മര്യാദകളോട് നോക്കി പുഞ്ചിരിച്ചാൽ പോലും മുഖം തരാത്ത 30 വയസ്സിനോടത്ത സുമുഖനായ ഒരാൾ. പക്ഷേ ഇന്ന് അയാളുടേതായ റൂം മുമ്പേ ബുക്കിംഗ് ചെയ്യാത്തതിനാൽ മറ്റൊരു ഗസ്റ്റിന് കൊടുക്കേണ്ടി വന്നു. കാര്യം സൗമ്യമായി സംസാരിച്ച് മറ്റൊരു റൂം അയാൾക്കായി നൽകാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ ദേഷ്യത്തോടെ സംസാരിച്ചു. വാക്കുകൾ പരിധി വിട്ടു തുടങ്ങിയപ്പോൾ ഇടയ്ക്കെപ്പോഴോ എന്റെയും ക്ഷമയുടെ കടിഞ്ഞാണുകൾ പൊട്ടിയിരുന്നു. തിരിച്ചും എന്തൊക്കെയോ മറുപടി ഞാനും പറഞ്ഞു. ഒരുപക്ഷെ കേവലം ഒരു ഹോട്ടൽ ജീവനക്കാരെ അയാളോട് എതിർത്ത് സംസാരിച്ചത് ഉൾക്കൊള്ളാനായി കാണില്ല. അല്ലെങ്കിൽ സ്വയം ജയിക്കാനായി വാക്കുകൾക്ക് തീവ്രത കൂട്ടിക്കൊണ്ട് എന്നെ തീർത്തും അപമാനിക്കാനുള്ള വഴികൾ അയാൾ തേടുകയായിരുന്നു. മനസ്സ് ചിന്തകളുടെ കൂമ്പാരങ്ങൾക്ക് മേൽ വീണലിഞ്ഞപ്പോൾ ജനലഴികളിൽ കൈ ചേർത്ത് വയൽക്കാറ്റേറ്റ് ഞാൻ നിന്നു. വന്നോടി അവള്, കണ്ട ഹോട്ടലിലൊക്കെ പോയി അഴിഞ്ഞാടിയിട്ട് വന്നോ നിന്റെ മോള്? മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി 4 കാലിൽ കയറി വന്ന അച്ഛന്റെ വാക്കുകൾ എന്നെ ചിന്തയിൽ നിർത്തി. കിട്ടുന്ന കാശ് മുഴുവൻ കള്ളുകുടിച്ച് നശിപ്പിച്ച് ഭാര്യയും മക്കളെയും പോറ്റാത്ത മറ്റൊരാൾ, എന്റെ അച്ഛൻ. ഈ ജോലി കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സത്യം മനസ്സിലേക്ക് വന്നടിച്ചപ്പോൾ ഒരുപക്ഷെ നാളെ ആ പിടിവളിയും കൈവിട്ടു പോകുമല്ലോ എന്ന് ഞാൻ വേദനയോടെ ഓർത്തുപോയി. 5 വർഷമായി ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരുവിധം നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നു. ഒരുപക്ഷെ അത് നഷ്ടമായാൽ ചിലപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ ഉഴറി. അപ്പോഴും ചെയ്ത് തെറ്റായിപ്പോയി, വേണ്ടിയിരുന്നില്ല എന്നൊന്നും എന്റെ മനസാക്ഷി എന്നെ ചോദ്യം ചെയ്തില്ല. ഇന്നോട് തന്നെ ഇവിടുത്തെ സേവനം അവസാനിച്ചു. നാളെ മുതൽ വേറെ ജോലി വല്ലതും നോക്കിക്കോ, ഇനി താൻ ഇങ്ങോട്ട് വരണ്ട. പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അടുത്ത ദിവസം വേണു സാർ പറഞ്ഞ വാക്കുകൾ കേൾക്കെ കാതുകൾ വിറച്ചുപോയി. അയാൾ തന്നെ വെറുതെ വിടാൻ തോന്നുന്നുണ്ടോ? എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ. അയാളാ നിന്നെ ഇനി ഇവിടെ കാണാൻ പാടില്ലെന്ന് എംഡിയോട് പറഞ്ഞു. എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് തോന്നൽ എന്റെ ഹൃദയം പിടയുന്നത് ഞാൻ അറിഞ്ഞതും മൗനമായി തലകുലുക്കി ബാഗുമായി തിരികെ നടക്കാനൊരുങ്ങി. എടോ, താനും നിന്നേ. എന്താണ് സർ? തിരിഞ്ഞെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശബ്ദം ചെലമ്പിച്ചു പോയി. പരസ്യമായിട്ട് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും മുമ്പിൽ വെച്ച് അയാളുടെ കാലിൽ പിടിച്ച് മാപ്പുരാൻ ഇയാൾ തയ്യാറാണോ? മനസ്സിലാവാത്ത പോലെ മുഖം ചുളിച്ച് ഞാനൊരു ചുവട് കൂടി വേണു സാറിന് അരികിലേക്ക് വെച്ചത്. ആ അത് തന്നെ, രാജീവൻ സാറിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം.
ഇവിടെ തന്നെ ജോലിയും തുടരുക. ഒരു കണക്കിന് ആൾ തനിക്ക് നല്ലൊരു ഓപ്ഷനിലേ തന്ന്. പറ്റില്ല സർ, അയാളാണ് എൻ്റെ കാല് പിടിക്കേണ്ടത്. പണവും പദവിയും ഉണ്ടെന്ന് വെച്ച് പെണ്ണിൻ്റെ മാനത്തെയും വില ചോദിച്ചാൽ ഇനിയും അയാളെൻ്റെ കയ്യിൻ്റെ ചൂടറിയും. പറഞ്ഞു കൊടുത്തേക്ക് മുതലാളിയോട്. എടുത്തടിച്ച പോലെ എൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ അയാളൊന്ന് അമ്പരന്ന് പോയി. എങ്കിലും ഒരാളിലൊക്കെ അനുഭവിക്ക്, നിന്നെ ഇനി എങ്ങും ജോലിക്കെടുക്കില്ല, അയാളുടെ ഹോൾഡ് അറിയാലോ. അവസാനമായി ആ വാക്കുകളിൽ ഉള്ളൊന്ന് പുകഞ്ഞു. തിരികെ നടക്കുമ്പോൾ 1000 ചിന്തകൾ എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു. വീട്ടിലേക്ക് ചെന്ന് കസേരയിലേക്ക് ബാഗ് വലിച്ചെറിഞ്ഞ് കട്ടിലേക്ക് ഞാൻ വീണു. ആദിയോട് അമ്മ വന്നെൻ്റെ മുടിയിൽ തഴുകിയതും ആ നെഞ്ചിലേക്ക് വീണ് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉള്ളിലെ ഭാരം ഇറക്കി വെച്ച് അല്പനേരം അങ്ങനെ കിടന്നപ്പോൾ ഒരാശ്വാസം പോലെ തോന്നി എനിക്ക്. തല ഉയർത്തി അമ്മയുടെ മുഖത്തേക്ക് നോക്കിയതും 2 കാലിലും കമ്മലിടുന്ന ഭാഗത്തുള്ള മുറിവുകളിലേക്ക് എൻ്റെ കണ്ണുകൾ ചെന്ന് നിന്നു. വീട്ടിൽ കള്ളുകുടിക്കാൻ ആകെയുള്ള ഒരു തരി സ്വർണം കൊടുക്കാൻ അമ്മ വിസമ്മതിച്ചപ്പോൾ അച്ഛൻ ചെയ്തതാണെന്ന്. പാവം, കണ്ണുകൾ കലങ്ങി കവിളിൽ അടികൊണ്ട പാടുകളുമായി എന്നെ ആശ്വസിപ്പിക്കുന്നു. നെഞ്ച് വിങ്ങിപ്പൊട്ടി ഞാൻ നിലവിളിച്ച് കരഞ്ഞു പോകുമെന്ന് തോന്നി. അച്ഛൻ പവിത്രമായ ആ വാക്കിനോട് തീർത്തും അവജ്ഞ തോന്നിപ്പോയി. എൻ്റെ മോള് അമ്മ പറയുന്നത് കേൾക്കുമോ? തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്ക് മോളെ, നീ ഒരു പെൺകുട്ടിയാണ്. എന്തെങ്കിലും അവർ ചെയ്തോന്ന് ചോദിക്കാൻ പോലും ആരുമില്ല നമുക്ക്. നിനക്ക് താഴെ ഒരു അനിയത്തിയുണ്ട്. മക്കൾ ഒരു വട്ടം അയാളോട് ക്ഷമ പറഞ്ഞേക്ക്. ഇനി നമുക്ക് ആ ജോലി വേണ്ട. പെൺമക്കളെ ഓർത്തുള്ള പെറ്റ വയറിൻ്റെ ആദ്യമാണെന്ന് മോള് ചിന്തിച്ചാൽ മതി. അമ്മ എൻ്റെ കവിളിൽ തലോടി പറഞ്ഞുകൊണ്ട് മുറിവിട്ട് പുറത്തേക്ക് പോയതും സംഭരിച്ച ധൈര്യം ചോർന്നൊഴുകി പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ദീർഘനേരത്തെ ചിന്തകൾക്കൊടുവിൽ എന്നിലെ സ്ത്രീയെ, എന്നിലെ ആദർശങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. സാഹചര്യങ്ങൾ മനുഷ്യനെ ദുർബലരാക്കുമെന്ന് ഞാൻ ആദ്യമായി അറിഞ്ഞു. അടുത്ത ദിവസം എല്ലാ സ്റ്റാഫുകൾക്കും നടുവിലായുള്ള സോഫയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് വിജയിച്ചിരിയോടെ ഇരിക്കുന്ന രാജീവിനെ ഒരു വേള എൻ്റെ കണ്ണുകൾ ഉടക്കി. എല്ലാവരും ഒരു കാഴ്ച വസ്തുവിനെ പോലെ എന്നെ കണ്ണുകൾ കൊണ്ട് ഒഴിയുന്നു. വയ്യ, ഈ നിമിഷം പിടഞ്ഞു വീണ് മരിക്കാൻ ആഗ്രഹിച്ചു പോകുന്നു. കണ്ണുകൾ നിയന്ത്രണമില്ലാതെ നിറയുന്നു. കണ്ണീരുപ്പിന്റെ രുചികൾ നാവിലേക്ക് ചെന്ന് അടിയുന്നു ഞാൻ അറിഞ്ഞു. നീറുന്ന നെഞ്ചോടെ മെല്ലെ തലയുയർത്തി ഞാൻ ആ മുഖത്തേക്ക് നോക്കിയതും എൻ്റെ നിറകണ്ണുകളിലേക്ക് അയാളുടെ നോട്ടം ആഴ്ന്നിറങ്ങുന്ന ഞാൻ അറിഞ്ഞപ്പോൾ ആളുടെ മുഖത്ത് വിരിഞ്ഞ ഭാവം തിരിച്ചറിയാനാവുമായിരുന്നില്ല. പതിയെ കുനിഞ്ഞ കാലുകളിലേക്ക് ഞാൻ സ്പർശിക്കും മുന്നേ എന്നിൽ നിന്നൊരിറ്റ് കണ്ണീർ അയാളുടെ കാലുകളിലേക്ക് അടർന്നു വീണു. അടുത്ത നിമിഷം അയാൾ ചാടി എഴുന്നേറ്റ് ഒന്നും മിണ്ടാതെ കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു പോകുന്നു. എന്തു പറ്റിയെന്നറിയാതെ എല്ലാവരും പരസ്പരം എഴുന്നേൽക്കുന്നു ഞാൻ അറിഞ്ഞു. സാരി തലപ്പാൽ മുഖം കുത്തി നിർവികാരതയോടെ ഞാനും അവിടുന്ന് പടിയിറങ്ങി. റോഡരികിലൂടെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ വേണു സാറിന്റെ കോള് വന്നിരുന്നു. എന്തായാലും മാപ്പൊന്നും പറയേണ്ടി വന്നില്ലല്ലോ എന്ന്. എന്നെ ജോലിക്ക് തിരികെ വിളിക്കണമെന്ന് പറഞ്ഞ് രാജീവൻ സാർ ആ നിമിഷം മുതൽ റൂമിൽ കയറി കഥകടച്ചതാണെന്ന്. ഇനി അവിടേക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയും കഴിയുമെങ്കിൽ അയാളോട് ഇനി ഉപദ്രവിക്കുമെന്ന് പറയാനും ഞാൻ വേണു സാറിനോട് പറഞ്ഞു. തിരികെയുള്ള മറുപടി കേൾക്കാൻ തയ്യാറാവാതെ ഫോൺ കട്ട് ചെയ്ത് ഞാൻ വെയിറ്റിംഗ് ഷെഡിന്റെ തടിബെഞ്ചിലേക്ക് ഇരിക്കുമ്പോഴും മനസ്സ് പട്ടം പോലെ ലക്ഷ്യമില്ലാതെ എന്നിൽ നിന്ന് എവിടേക്കോ പറന്നകലുകയായിരുന്നു. പെട്ടെന്ന് അയാളിലുണ്ടായ ഭാവമാറ്റം അതെന്തിനായിരുന്നു ഞാൻ ദീർഘമായി ചിന്തിച്ചുവെങ്കിലും കാരണം അറിയാൻ എനിക്കായില്ല. പിന്നീടുള്ള ദിവസങ്ങൾ ജോലി തേടി ഞാൻ അലിയുകയായിരുന്നു. ഡിഗ്രി യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഹോട്ടൽ എക്സ്പീരിയൻസും പറഞ്ഞ് ഓഫീസുകൾ തോറും ഞാൻ കയറിയിറങ്ങി. മാസങ്ങൾ കടന്നുപോയി. 1-2 തവണ വേണു സാർ നിർബന്ധപൂർവ്വം എന്നെ തിരികെ വിളിച്ചുവെങ്കിലും അവസാനം തിരികെ ചെല്ലാൻ അയാൾ അപേക്ഷിക്കുന്ന പോലെ തോന്നി എനിക്ക്. നിരസിക്കുമ്പോഴും എന്തിനാണ് എനിക്ക് വേണ്ടി ആളിങ്ങനെ സംസാരിക്കുന്നതെന്ന സംശയം എന്നിൽ മുറുകി വന്നു. തൊട്ടടുത്തൊരു തുണിക്കടയിൽ തൽക്കാലത്തേക്ക് സെയിൽസ് ഗേളായി ഞാൻ പോയി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ചില ഇന്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാനും ഞാൻ ശ്രമിച്ചുവെങ്കിലും അവയെല്ലാം പരാജയത്തിലേക്ക് കൂപ്പുകുത്തി. ഒരിക്കൽ കുന്നുകൂടിയിട്ട തുണിത്തരങ്ങൾ മടക്കി വെക്കുന്ന തിരക്കിൽ എനിക്ക് സമീപത്തുകൂടി നടന്ന നാളിലേക്ക് അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്ന് പോയി. തിരിഞ്ഞിന്ന് ഒരു നിമിഷം എന്നെ നോക്കി നിൽക്കുന്ന രാജീവ് സാറിലേക്ക് എൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നു. ആ കണ്ണുകൾ എന്നോട് എന്തോ പറയുന്ന പോലെ. പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് കൈയെടുത്ത് മുടിയൊതുക്കി വയ്ക്കുകയും തൊട്ടടുത്ത് നിൽക്കുന്ന സൂപ്പർവൈസറോട് എന്തോ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് ഞാൻ അറിഞ്ഞു. ചില ദിവസങ്ങൾ കടന്നുപോകെ ശ്രീ ചൈത്ര മെഡിക്കൽ കോളേജിൽ നിന്ന് റിസപ്ഷനിസ്റ്റായി നിയമിച്ചുകൊണ്ടുള്ള ഓഫർ ലെറ്റർ എന്നെ തേടി വന്നു. സന്തോഷത്താൽ എൻ്റെ ഹൃദയം ആർത്തിരമ്പി. അമ്മയെ ഇറുകെ കെട്ടിപ്പുണന്ന് സന്തോഷം പങ്കുവച്ചപ്പോൾ കാര്യമറിയാതെ എൻ്റെ അനുജത്തി മിഴിച്ചു നിൽക്കുന്ന കാണുക അവൾക്ക് നേരെ ലെറ്റർ നീട്ടിപ്പിടിച്ചു. എൻ്റെ ചുന്തിരി ചേച്ചി ആരാ ജോലിക്കെടുക്കാത്തത്? കൊഞ്ചലോടെ അവൾ എൻ്റെ കവിളിൽ നുള്ളി. ദിവസങ്ങൾ പിടിതരാതെ ഓടിമറഞ്ഞപ്പോൾ പുതിയ ജോലിയും ജീവിതമൊക്കെ എന്നിൽ സന്തോഷം പകർന്നു നൽകുന്നവയായിരുന്നു. ഒരു ദിവസം ക്ഷേത്രത്തിൽ തൊഴുത് ആൾത്തറയിലേക്ക് നീളുന്ന പടവുകൾ ഇറങ്ങവേ എനിക്കരികിലേക്ക് വില കൂടിയൊരു കാർ വന്നു നിന്നു. പിന്നിലേക്ക് ഞാൻ മാറി. കസവ് സാരി കൊടുത്ത് പ്രായമേറിയ ഒരമ്മ ചിരിയോടെ ഡോറുറന്ന് എനിക്കരികിലേക്ക് വന്നു. വിടർന്ന കണ്ണുകളോടെ അവരെ ഞാൻ നോക്കി നിന്നു. നെറ്റിയിൽ ചാർത്തിയ ഭസ്മവും ചുണ്ടിൽ വിടർന്ന വാത്സല്യമേറിയ ചിരിയും. മോൾക്ക് എന്നെ അറിയാൻ വഴിയില്ല, പക്ഷെ മോളെ ഈ അമ്മക്ക് അറിയാട്ടോ. വീണ്ടും മനസ്സിലാവാതെ ഞാൻ നിശബ്ദമായ ചെറു ചിരിയോട് നോക്കി നിന്നു.
ആളെ പറഞ്ഞ അമ്മയോട് നീരസൊന്നും വെക്കരുത്. ഞാൻ രാജീവന്റെ അമ്മയാണ്. എന്റെ കൈകൾ കവർന്ന് എന്നോടത് പറഞ്ഞതും ഒരു നിമിഷം എന്റെ ചുണ്ടിലെ ചിരിമാഞ്ഞപ്പോൾ ആ മുഖവും മങ്ങുന്നത് ഞാൻ അറിഞ്ഞു. അവ മോളോട് ചെയ്തതും പറഞ്ഞൊക്കെ അമ്മ അറിയാൻ അല്പം വൈകിപ്പോയി. എന്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുവാട്ടോ. അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയില്ലേ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഞാൻ അതെല്ലാം അന്നേ മറന്നു. അന്ന് ജോലി ഉപേക്ഷിച്ചെങ്കിലും ഇപ്പൊ അതിലും സന്തോഷമാണ്. എല്ലാവരും നിമിത്തം മാത്ര. എന്തോ ആ അമ്മയുടെ 2 കൈകളും ഞാൻ ചേർത്ത് പിടിച്ചുപോയി. മകനെ തെറ്റിന് ക്ഷമ ചോദിക്കുന്ന അമ്മ മനസ്സിനോട് ബഹുമാനം തോന്നി എനിക്ക്. ചിരിയോടെ എന്റെ കവിളിൽ തഴുകി ഇനിയും നമ്മൾ കാണുമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ ആ അമ്മയെ ചിരിയോടെ ഞാൻ നോക്കി നിന്ന് പോയി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള ഒതുക്കലുകൾ ചവിട്ടുമ്പോൾ മുറ്റത്ത് നിന്ന് ഇടവഴിയിലേക്ക് വന്ന കാർ എനിക്ക് മുന്നിലേക്ക് നിർത്തി. ഒരു വേള ഭയത്തോടെ പിന്നിലേക്ക് ആഞ്ഞു വീഴും മുന്നേ തൊട്ടടുത്തുള്ള മതിൽ കൈക്കുത്തി ഞാൻ നിന്നു. ഡ്രൈവർ സീറ്റിനടുത്തേക്ക് പാഞ്ഞു നിന്ന് ഡോർ വലിച്ചോർന്നു. ആളെ കണ്ട് ഞാൻ ഞെട്ടിലോടെ പിന്നിലേക്ക് മാറി. ഗൗരവത്തോടെ അയാൾ പുറത്തേക്ക് ഇറങ്ങിയതും എന്നിലേക്ക് തന്നെ ആ കണ്ണുകൾ തറഞ്ഞു നിൽക്കുന്നെന്ന് ഞാൻ അറിഞ്ഞു. തനിക്കെന്താ എന്റെ വീട്ടിൽ കാര്യം? ഒരു നിമിഷം ശ്വാസം വലിച്ചെടുത്ത് വീറോട് അയാൾക്ക് നേരെ ഞാൻ ശബ്ദമുയർത്തി. ആഹാ, നിന്റെ ഈ വീറും വാശിയും അതാണ് എനിക്ക് ഇഷ്ടമായത്. വഷളമായ ചിരിയോടെ കണ്ണിറുക്കി അയാളത് പറഞ്ഞതും തികഞ്ഞ അവജ്ഞതയോടെ ഞാൻ മുഖം തിരിച്ചു. നോക്കട്ടെ, നിന്റെ കൈ മുറിഞ്ഞോ? മതിൽ ഉരിഞ്ഞ് തൊലിപോയ കൈത്തണ്ടിൽ അയാൾ കടന്നു പിടിച്ചപ്പോൾ അറപ്പോടെ ആ കൈകൾ കുടഞ്ഞെറിഞ്ഞു. തൊട്ടുപോരുത്, എന്നെ തൊടാൻ തനിക്കെന്താ അധികാരം? അടുത്ത നിമിഷം എന്റെ കൈകൾ ബലമായി പിടിച്ചു വെച്ച് ആ മുറിവിലേക്ക് മെല്ലെ ഊതിയപ്പോൾ ഞാൻ നിശ്ചലയായി നിന്നുപോയി. ദേ, ഇത്രയേ ഉള്ളൂ നീ. അതുകൊണ്ട് അധികം നിന്ന് തിളക്കാതെ വീട്ടിലേക്ക് കയറിപ്പോ. ഒരു കടം ബാക്കിയുണ്ട്. നീ കവളിൽ തന്ന് എല്ലാത്തിനും കൂടി ഈ രാജീവനൊരു കണക്ക് വയ്ക്കും. എത്ര കൂട്ടിക്കുറച്ചാലും ആകെ തുക കിട്ടാത്തൊരു കണക്ക്. കാത്തിരുന്നോ നീ? ദേഷ്യത്താൽ ചുവന്ന മുഖവുമായി കാറിലേക്ക് കയറി ഡോർ വലിച്ചടച്ചതും ആ മുഴങ്ങുന്ന ഒച്ചയിൽ ഞാൻ കണ്ണുകൾ മുറുക്കിയടച്ചു. പതിവില്ലാതെ ഉമ്മർത്ത് വിളിവോടെ ഇരിക്കുന്ന അച്ഛൻ അന്ന് എനിക്ക് പതിവില്ലാത്ത കാഴ്ചയായിരുന്നു. പക്ഷേ പിന്നീട് അമ്മയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ തീർത്തും ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു. രാജീവന്റെ ഭാര്യ പദവി. ഹൃദയം അരുതാത്ത എന്തോ കേട്ട പോലെ വേഗത്തിൽ മിടിച്ചു. പ്രതികാരത്തിനായി അയാൾ എന്റെ ജീവിതം പകരം ചോദിച്ചിരുന്നെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ശരീരം തളർന്ന് വീഴുമെന്ന് ഞാൻ ഭയന്നുപോയി. അയാളുടെ അമ്മയും സഹോദരിയും വന്നിരുന്നുവെന്നും അവർ മറ്റൊരു കാറിൽ വന്നതിനാൽ ആദ്യമേ തിരികെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഒന്നും തിരിച്ചറിയാനാവാതെ ഞാനിരുന്നു. അച്ഛൻ അയാളുടെ പണത്തിൽ കണ്ണു മഞ്ഞളിച്ചു എന്ന് പറയാം. പക്ഷെ അമ്മയും അനുജത്തിയും പോലും അവർക്ക് മുന്നിലേക്ക് എന്റെ ജീവിതം വലിച്ചെറിയാൻ ഞാൻ സർവ്വം തകർന്നു പോയിരുന്നു. എന്നും കുടുംബത്തിനു വേണ്ടി മാത്രമായിരുന്നു എൻ്റെ ജീവിതവും തീരുമാനങ്ങളും. എവിടെയും ഞാൻ എതിർത്തില്ല. എല്ലാത്തിനും ഒരു മൂളിൽ സമ്മതം അറിയിച്ച് ഒരു സ്വപ്നാടകയെ പോലെ ഞാൻ നിന്നു. പിന്നീട് ഞാൻ രാജീവനെ കണ്ടിട്ടില്ല. അമ്മയും അനുജത്തിയും ഇടയ്ക്ക് വീട്ടിലേക്ക് വന്നിരുന്നു. പാവങ്ങളാണവർ, ശുദ്ധഗതിക്കാർ. അവർക്കും അറിയില്ല മകന്റെ ലക്ഷ്യം എന്താണെന്ന്. രാജീവിനേക്കാൾ ഒരുപാട് ഇളയതാണ് അനുജത്തി നന്ദിനി എന്ന നന്ദൂട്ടി. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. ഒരു സുന്ദരി കുട്ടി. അമ്മ എൻ്റെ അമ്മക്കൊപ്പം ഞങ്ങളുടെ കുഞ്ഞു വീടിൻ്റെ അടുക്കളയിലേക്ക് സഹായിക്കാൻ വന്നപ്പോൾ ആ മനസ്സ് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ഏട്ടൻ പാവ ചേച്ചി. അച്ഛൻ ഞങ്ങൾ വിട്ടുപോയതിന് ശേഷം ഏട്ടനിങ്ങനെ ദേഷ്യമൊക്കെ, എപ്പോഴും ബിസിനസ്സും തിരക്കൊക്കെയാണ്. എന്നാൽ അമ്മയും ഞാനെന്നൊക്കെ പറഞ്ഞ ജീവനാ. അവളുടെ കൊച്ചുകുട്ടികളെ പോലെയുള്ള സംസാരം ഞാൻ ചിരിയോടെ കേട്ടിരുന്നു. അവർക്കറിയില്ലല്ലോ ഏട്ടൻ്റെ തനി ഗുണം. ചേച്ചി എന്താണ് ഈ മുടിയിൽ തേക്കുന്നത്? എന്തോരം മുടിയാ, ഞാൻ കണ്ണു വെച്ചു കേട്ടോ. ചേച്ചി മോൾക്ക് എണ്ണ കാച്ചി തരാട്ടോ. കുറുമ്പോട് അവൾ ചോദിച്ചതും അവളുടെ കവിളിൽ ഞാൻ കൈ ചേർത്ത് പറഞ്ഞു. ജാതകം 10ൽ 10 പൊരുത്തമുണ്ടെന്ന്. പൊരുത്തം മനസ്സുകൾ തമ്മിലല്ലേ വേണ്ടെന്ന് പുച്ഛത്തോടെ ഞാൻ ഓർത്തുപോയി. വരുന്നയാഴ്ച ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളെ മാത്രം പങ്കെടുപ്പിച്ചൊരു ചടങ്ങ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അവരുടെ വീട്ടിൽ റിസപ്ഷൻ നടത്തണമെന്ന്. എല്ലാം രാജീവന്റെ തീരുമാനമായിരിക്കുമെന്ന് ഞാൻ ഓർത്തുകൊണ്ട് മരിച്ച മനസ്സും ജീവനുള്ള ശരീരവുമായി ഞാൻ ദിവസങ്ങൾ എണ്ണി. 3 മാസം എനിക്ക് നിന്നെയൊന്നും വേണം. നീ അനുഭവിക്കും, അറിയും ഈ രാജീവനെ. എന്നിട്ട് പടിയിറക്കും എന്നേക്കുമായി. കല്യാണത്തലേന്ന് എനിക്കണിയാൻ സ്വർണവും പുടവയും ഒക്കെ ഔദാര്യമായി വാങ്ങി വന്ന രാജീവന്റെ വാക്കുകൾ കേൾക്കെ എന്നിൽ ഉയർന്ന പതർച്ചയെ ഞാൻ ഒതുക്കി വെച്ചു. ഈ ഔദാര്യമൊക്കെ പണം മുടക്കി വാങ്ങിത്തന്ന് എന്നിലെ പെണ്ണിനെ ചവിട്ടി അരച്ചിട്ട് 3ാം മാസം പടിയിറക്കേണ്ട കാര്യമില്ലായിരുന്നു രാജീവൻ സാറേ. ഇന്ന് ഈ നിമിഷം നിങ്ങൾക്കൊപ്പം ഞാൻ വരാം. ഈ ശരീരമാണ് വേണ്ടെങ്കിൽ എടുത്തോളൂ. ഉറച്ച ശബ്ദത്തോടെ അയാൾക്ക് മുമ്പിൽ തലയുയർത്തി ഞാൻ ചോദിച്ചത് ആ കണ്ണുകൾ കുറുകി. മറുപടി നൽകാതെ അയാൾ വേഗം പിന്തിരിഞ്ഞടന്നു. എൻ്റെ കണ്ണുകൾ സജലമായി. സ്വർണ്ണക്കരമുള്ളിൽ തേജസ്സാർന്ന രാജീവന്റെ മുഖത്തേക്ക് ഞാൻ നോക്കി നിന്നപ്പോൾ ആ കണ്ണുകളും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒഴുകുന്ന പോലെ തോന്നി എനിക്ക്. ആ താലി എൻ്റെ ഹൃദയത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുമ്പോഴും എൻ്റെ നെറുകയിൽ ചുവപ്പണിഞ്ഞ വിരലുകളുടെ തണുപ്പെന്നെ പൊതിയുമ്പോഴും ഇനി എന്തെന്ന ചോദ്യത്തിന് മുന്നിൽ പകപ്പോടെ നിൽക്കാൻ എനിക്കായുള്ളൂ. കൊട്ടാര സദൃശ്യമായ ആ വീടിൻ്റെ പടികൾ വലതുകാൽ ചവിട്ടി ഞാൻ കയറുമ്പോഴും
അർഹമല്ലെങ്കിലും അറിയാതെ ഈ ജീവിതം തകർന്നു പോവരുതേ എന്ന് ഞാൻ ആശിച്ചു പോയി. വേണ്ട, ഒന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ. അതിവേഗം ചിരിയുടെ മൂടുപടം അണിഞ്ഞു. രാജീവിനെ പിന്നീട് ഞാൻ കണ്ടില്ല. എന്നെ നീചമായി ആക്രമിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാവും അയാളെന്ന് ഞാൻ ഓർത്തു. മേശയ്ക്ക് മുകളിൽ തണുത്ത് പാടകെട്ടിയ പാലുമായി അയാളെയും കാത്തി ഞാനിരുന്നു. സമയം 12 അടുത്തപ്പോൾ തുറന്നിട്ട വാതിലിനരികിൽ അമ്മ വന്നു നിന്നപ്പോൾ ആ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. മോള് അവനെ കാത്തിരിക്കേണ്ട, ക്ഷീണം കാണും. ഞാൻ ചിരിയോടെ തലകുലുക്കിയതും വാതിൽ ചാരി അമ്മ പുറത്തേക്ക് പോയി. കണ്ണുകൾ അടഞ്ഞു വന്നപ്പോൾ മെല്ലെ ഞാൻ തലചായ്ച്ചു. ഇടയ്ക്കെപ്പോഴോ വാതിൽ ശക്തമായി തട്ടുന്ന കേട്ടാണ് ഞാൻ ഞെട്ടിയുണർന്ന്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി! മുഴക്കത്തോടെ പൊട്ടിത്തെറിച്ച് എന്നിലേക്ക് വീണ വർണ്ണക്കടലാസുകൾ കാണുക ഞാൻ അമ്പരന്ന് പോയി. നന്ദൂട്ടി, അമ്മ, കുട്ടിപ്പട്ടാളങ്ങൾ, അമ്മായിമാർ. ശരിയാണ്, ഇന്നെന്നെ ജന്മദിവസമാണെന്ന് ഇവരെങ്ങനെ അറിഞ്ഞു? ആദ്യ രാത്രി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആദ്യത്തെ പെണ്ണാവും ഞാൻ എന്ന് ആരോ കൗണ്ടർ അടിക്കുമ്പോഴും അറിയാതെ എൻ്റെ കണ്ണുകൾ ആ മുഖത്തെ ചുറ്റിനും തേടിക്കൊണ്ടിരുന്നു. ദൂരെ മാറി ഭിത്തിയിൽ ചാരി നിന്ന് ഗൗരവമാർന്ന മുഖത്തോടെ ആള് മൊബൈൽ കുത്തുകയാണ്. ആദ്യ കഷ്ടം മുറിച്ചതും രാജീവനരികിലേക്ക് നടന്നെന്ന് അയാൾക്ക് നേരെ നീട്ടി. ഭാവഭേദമൊന്നുമില്ലാതെ വാ തുറന്നത് കഴിച്ചപ്പോൾ എൻ്റെ വിരലുകളിൽ മേൽ ആ ചുണ്ടുകൾ മെല്ലെ മുത്തുന്ന പോലെ തോന്നി എനിക്ക്. മുറിയിലേക്കുള്ള പടികൾ കയറും മുന്നേ അമ്മ എനിക്കരികിലേക്ക് വന്നു. എൻ്റെ മോനെയും ഈ കുടുംബവും മോളുടെ കയ്യിലേക്ക് തരുവാൻ ഞാൻ. ഇത്തിരി വാശിക്കാരനാ, പക്ഷെ മോള് കരുതും പോലെ വലിയ ദുഷ്ടനൊന്നും അല്ലവൻ. മോള് ജോലി ഉപേക്ഷിച്ച് പോയപ്പോഴൊക്കെ അവൻ വല്ലാതെ വിഷമിച്ചു. കാര്യങ്ങളൊക്കെ അന്ന് ഞാനും അറിഞ്ഞതാ. മോളെ വന്ന് കാണാനും സംസാരിക്കാനും എന്നെ നിർബന്ധിച്ച് ക്ഷേത്രത്തിൽ വിട്ടത് രാജീവനാ. ഒരു നിമിഷം അമ്മയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ ഞാൻ നിന്നുപോയി. സത്യത്തില് മോൾക്ക് പുതിയ ജോലി വാങ്ങിത്തന്നു അവനാട്ടോ. അവൻ്റെ അച്ഛനെ പോലെയാ, എടുത്തുചാട്ടം വളരെ കൂടുതലാ. പക്ഷെ കണ്ണടക്കം വരെ ആ കൈവെള്ളയിലാ എന്നെ കൊണ്ടുനടന്ന്. ഇതൊക്കെ അമ്മ പറഞ്ഞത് സമയം എടുത്താലും അവന് മോള് മനസ്സുകൊണ്ട് അംഗീകരിക്കണം. നിന്നോട് എന്തൊക്കെയോ കള്ളം പറഞ്ഞ് പേടിപ്പിച്ച് വെച്ച് വെക്കുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി മനസ്സോടെ സംസാരിക്കുക. അവനോട് അങ്ങ് ക്ഷമിച്ചേക്കും മോളെ, പാവം ചെക്കനാ. സത്യങ്ങൾ അറിഞ്ഞത് ചലിക്കാൻ പോലും ആ നിൽക്കുന്ന എൻ്റെ കവിളിൽ പിച്ചി അമ്മയത് പറഞ്ഞതും യാന്ത്രികമായി ഞാൻ പടികൾ കയറി. കട്ടിലിൻ്റെ നടുവിലായി തലക്ക് പിന്നിൽ കൈ ചേർത്ത് എടുക്കുന്ന രാജീവനെ ഒരു നിമിഷം ഞാൻ നോക്കിയെന്നും എൻ്റെ ഹൃദയം വല്ലാതെ പിടഞ്ഞുലയുന്നു ഞാൻ അറിഞ്ഞു. എന്നെ കണ്ടതും ഒരു വശത്തേക്ക് നീങ്ങിക്കിടന്നപ്പോൾ ഞാനും അരികിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചു. എന്തിനെന്നറിയാതെ ഇമകൾ താണ്ടി കണ്ണുനീർ കവിളുകൾ നനക്കുന്നത് ഞാൻ അറിഞ്ഞു. ഡേ, ഇങ്ങോട്ട് കയറി കിടക്കാൻ. കൈ വിടത്തി വെച്ച് ഗൗരവത്തോടെയാണെന്ന് പറയുന്നെങ്കിലും ആ കൺകോണിൽ വിടർനിൽക്കുന്ന കുസൃതി ചിരിയെ ഞാൻ ആദ്യമായി കാണുകയായിരുന്നു. മെല്ലെ ഞാൻ ആ കൈത്തണ്ടകളിലേക്ക് കവിൾ ചേർത്ത് വെച്ചതും ഇരു കൈകളാരെയും ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. നെറ്റിയിൽ ചേർന്ന അധരങ്ങൾ മെല്ലെ താഴ്ന്നു വന്നു എൻ്റെ കണ്ണുകളിലും കവിളുകളിലും ഉമ്മ വെച്ചപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പേടിച്ചു പോയോ? ചിരിയോടെയുള്ള ആ ചോദ്യത്തിന് എൻ്റെ കവിളുകൾ കെറുവോടെ വീർത്തു. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതിന് എന്നോടങ്ങ് ക്ഷമിച്ചേക്ക് പെണ്ണേ. അന്ന് നിന്റെ കണ്ണീരിത് ഈ നെഞ്ചിലേക്കാ വീണത്. കാല് പിടിക്കാൻ പറഞ്ഞെങ്കിലും ആ നിമിഷം വരെ നീ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. പിന്നെ എന്നെ അടിക്കാൻ ധൈര്യം കാണിച്ചവളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. നിന്നെ ഇങ്ങനെ ഈ താളിച്ചരൽ കെട്ടിയിട്ട് സ്നേഹിച്ചിട്ട് നീ അടിച്ച കവളിൽ നിന്നെ കൊണ്ട് ഉമ്മ വെപ്പിച്ച് എന്നെ 5-6 പെമ്പിള്ളേരെയും പറയിപ്പിച്ചിട്ട് പകരം വീട്ടാന്ന് കരുതി. എൻ്റെ നെറുകിൽ തഴുകി കുസൃതി ചിരിയോട് ആളെന്ന് പറയുമ്പോൾ കണ്ണെടുക്കാതെ ഞാൻ നോക്കിയിരുന്നു പോയി. ഇനി പറ, നിന്റെ രാജീവേട്ടനെ നിനക്കിഷ്ടമാണോ എന്ന്. ഒരു പ്രത്യേക താളത്തിൽ എന്നെ നെഞ്ചോരം ചേർത്ത് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. സ്നേഹത്തോടെ ആ കവിളിൽ ഞാൻ എൻ്റെ ആദ്യ ചുംബനം നൽകിയപ്പോൾ പകരമായി 1000 ചുംബനങ്ങളാൽ എന്നെ മൂടുകയായിരുന്നു.